ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ലീസിങ് ഡിസിഷനെ പറ്റിയിട്ടാണ്. ലീസിങ് ഡിസിഷൻ എളുപ്പമുള്ള ചാപ്റ്ററാണ്. അതിന് ഒത്തിരി വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പക്ഷെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് പല വെറൈറ്റി ആണെങ്കിലും നമ്മൾ ആൻസർ ചെയ്ത് വരുമ്പം ഒരു ഏരിയ നമ്മൾ പറയത്തില്ലേ, ഒരു ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ പല റോഡ് തമ്മിൽ കണക്ട് ചെയ്ത് വരുന്ന ഒരു സംഭവമാണ് ഒരു ജംഗ്ഷൻ. പല റോഡിൻ്റെയും കൂടെ എൻഡ് പോയിന്റ് ഒരു ജംഗ്ഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ അതേപോലെ പല വഴികളുണ്ടായിരിക്കും, പക്ഷെങ്കിൽ എത്തുന്ന ആൻസർ സെയിം ആയിരിക്കും. സോ നിങ്ങൾക്ക് കൺസെപ്റ്റ് എപ്പോഴും പറയുന്നത് പോലെ കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ പിന്നെ പ്രശ്നങ്ങളൊന്നും ഇതിൽ നിന്ന് ഉണ്ടാവില്ല. പിന്നെ നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെ, അതായത് നിങ്ങൾ കഴിഞ്ഞ ഡിസംബറിലെ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഒരെണ്ണം നമ്മുടെ അതിൽ ലീസിങ് ഡിസിഷനിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു 7 മാർക്കിന്. ക്വസ്റ്റ്യൻ്റെ നമ്പറും ഫിഗേഴ്സും ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഡിറ്റോ ക്വസ്റ്റ്യൻ ഫ്രം ടെക്സ്റ്റ് ബുക്ക്. അപ്പം നിങ്ങളോട് ഞാൻ എപ്പോഴും പറയുന്നത് സംഭവം, നിങ്ങൾ ക്വസ്റ്റ്യൻ്റെ അഡീഷണൽ ഇല്ലസ്ട്രേഷൻസ് ആണെങ്കിലും ക്വസ്റ്റ്യൻ നമ്മുടെ ചാപ്റ്ററിൻ്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്ന കുറേ എക്സ്ട്രാ സംഭവങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ ഇല്ലസ്ട്രേഷൻസ് ഒക്കെ ചെയ്ത് പഠിച്ച് തന്നെ പോകണം. കാരണം നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ ടെക്സ്റ്റിന് തന്നെ SFM ചോദിക്കും. ഞാൻ ചിലയിടത്ത് ചോദിച്ചു കഴിഞ്ഞപ്പം അവർ പറഞ്ഞത് ടെക്സ്റ്റിന് വരില്ല എന്നായിരുന്നു. പക്ഷേ ഡിസംബർ അറ്റംപ്റ്റ് നമ്മൾ നോക്കി കഴിയുമ്പോൾ ടെക്സ്റ്റ് പഠിച്ചവർക്കും വർക്ക് ബുക്കിൽ പഠിച്ചവർക്കും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് നമ്മുടെ ഡിസംബർ അറ്റംപ്റ്റിലെ SFM എന്ന് പറയുന്നത്. റൈറ്റ്. സോ എല്ലാവരും മാക്സിമം എഫേർട്ട് ഇടുക. മാക്സിമം എഫേർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഇത് പഠിച്ചു പോകുന്നതല്ല, നിങ്ങൾ എത്രത്തോളം SFM പ്രാക്ടിക്കലി ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതും കൂടെ ഒരു ഫാക്ടറാണ് അല്ലേ. അപ്പം കൂടുതൽ ലെങ്തി ആക്കുന്നില്ല വീഡിയോ, നമുക്ക് നേരെ ലീസിങ് ഡിസിഷനിലേക്ക് കടക്കാം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ലീസിങ്. ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ് കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ലീസും റെൻറ്റും ഓൾമോസ്റ്റ് സെയിം ആണ്. ചില കാര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ലീസ് ആൻഡ് റെൻറ്റ് ബോത്ത് ആർ സെയിം. റൈറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം ഇൻട്രോയിലേക്ക് പോവാം. സോ എന്താണ് ലീസ്? ലീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കും, 2 പാർട്ടീസ് ഉണ്ടായിരിക്കും, ലെസ്സറും ലെസ്സിയും. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എഗ്രി ചെയ്തിട്ട് എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സോ ലാൻഡോ എന്തെങ്കിലും ഒരു അസറ്റ് യൂസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് കൊടുക്കുന്നതാണ് ലീസ്. പിന്നെ 2 തരത്തിലുള്ള ലീസ് ഉണ്ട്. ഇതൊക്കെ ബേസിക് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓപ്പറേറ്റിംഗ് ലീസ് ഉണ്ട്, ഫിനാൻസ് ലീസ് ഉണ്ട്. സിമ്പിളായിട്ട് ഇത് എന്താണെന്ന് പറഞ്ഞാൽ, ഓപ്പറേറ്റിംഗ് ലീസ് ഫോർ എക്സാമ്പിൾ മനസ്സിലാവുന്ന ഭാഷയാണ്, നിങ്ങളതിനെ ആധികാരികമായി ചിന്തിച്ച് വഷളാക്കരുത്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു കാറ് വേണം, ഒരു 10 ദിവസത്തേക്ക് റെൻറ്റിന് കാർ നിങ്ങൾ എടുത്തു, അതാണ് ഓപ്പറേറ്റിംഗ് ലീസ്. അപ്പോൾ നിങ്ങൾ കാർ എടുക്കുമ്പം നിങ്ങൾ കാറിന് മേലെ വരുന്ന പെറ്റിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഓണറുടെ കയ്യിലായിരിക്കും പോണത് അല്ലേ. ഓണറായിരിക്കും അതിന് റെസ്പോൺസിബിൾ, നിങ്ങളായിരിക്കത്തില്ല അതിന് റെസ്പോൺസിബിളായിട്ട് വരുന്നത്. ഇൻ കേസ് ചിലപ്പോൾ ഓണർ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പിടിച്ച് മേടിക്കാം, പക്ഷേ എന്നിരുന്നാലും അൾട്ടിമേറ്റ്ലി റിസ്ക് ആൻഡ് റിവാർഡ് ഗോസ് ടു ദ ഓണർ. അതാണ് ഓപ്പറേറ്റിംഗ് ലീസ്. ഫിനാൻസ് ലീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു 10 ഏക്കർ സ്ഥലം ഉണ്ടെന്ന് വയ്ക്കുക. 10 ഏക്കർ സ്ഥലം നിങ്ങൾ ഒരാൾക്ക് ലീസിന് കൊടുത്തിരിക്കുകയാണ്. അപ്പം ഈ 10 വർഷത്തേക്കാണ് കൊടുത്തിരിക്കുന്നത് വെച്ചോ. ഈ 10 വർഷം അതിലുണ്ടാകുന്ന, അയാൾ കൾട്ടിവേറ്റ് ചെയ്ത് അതിൽ കൃഷി ചെയ്തുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ ബെനിഫിറ്റും അയാൾക്കായിരിക്കും കിട്ടുന്നത്. ഓൾമോസ്റ്റ് എല്ലാ റിസ്ക്കും അയാളുടെ തലയിലായിരിക്കും പോകുന്നത്. ബിക്കോസ് അയാൾ ആ ലാൻഡ് ഫുള്ളോടെ എടുത്തിരിക്കുകയാണ് അല്ലേ. അപ്പം അതാണ് ഫിനാൻസ് ലീസ്. ഫിനാൻസ് ലീസ് എന്ന് പറയുമ്പം അതിൻ്റെ റിസ്ക്കും കാര്യങ്ങളും എല്ലാം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓപ്പറേറ്റിംഗ് ലീസ് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം, നിങ്ങൾ CFRലേക്ക് പോകുമ്പം CFRൽ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് പഠിക്കാനുണ്ട് ലീസിൻ്റെ. അപ്പോൾ അവിടെ ഈ ഒരു സംഭവം കോമൺ ആയിട്ട് ഇപ്പോൾ ഫിനാൻസ് ലീസാണ് നോക്കുന്നത്. എന്നിരുന്നാൽ പോലും ലീസിനെ പറ്റിയൊരു ഡൗട്ട്, എന്താണ് ബേസിക് മീനിങ്ങിനെ പറ്റിയൊരു ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ മീനിങ് ഞാൻ പറഞ്ഞു തന്നത്. എപ്പോഴും ഇത് മനസ്സിലുണ്ടായിരിക്കാം. നമ്മൾ SFMന് ഇതിൻ്റെ മീനിങ് കാര്യങ്ങളൊന്നും വേണ്ട. ഇനി കുറച്ച് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് അത്രയും വലിയൊരു ടെക്സ്റ്റ് വായിച്ച് പോകുന്നതിലും നല്ലത് ഈ ഒരു PPT ജസ്റ്റ് ഗോ ത്രൂ ചെയ്തിട്ട് നിങ്ങൾ തിയറിയോട് പ്രിപ്പയർ ആയിട്ട് വേണം പോകാനായിട്ട്. പ്രാക്ടിക്കൽ മൊത്തമായിരിക്കും. അതായത് സെക്ഷൻ B നിങ്ങൾ നോക്കുമ്പോൾ ഫുള്ളി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങൾ സോൾവ് ചെയ്യേണ്ട പ്രോബ്ലംസ് ആയിരിക്കും. ഇൻ കേസ് ഒരു തിയറി അതിലുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ തിയറി നിങ്ങൾക്കൊരു 7 മാർക്ക് വെറുതെ കളയണോ, റിസ്ക് എടുത്ത് കളയണോ? ജസ്റ്റ് ഇതിനകത്തുള്ളൊന്നും നോക്കി പോവാം. നിങ്ങൾക്ക് തന്നെ എഴുതാനാണെങ്കിലും എന്തെങ്കിലും വേണ്ടേ. റൈറ്റ്. ഇനി ഇത് വിട്ടേരെ, ബ്രേക്ക് ഇവൻ ലീസ് എന്താണെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ നല്ല വൃത്തിക്ക് വേറെ പറഞ്ഞുതരാം. ഇനി അടുത്തത്, നമ്മൾ ഈ ലീസിൻ്റെ ചാപ്റ്റർ എടുക്കുമ്പം എന്താണ് ലീസ്, അതായത് നോർമലി നിങ്ങൾ പോകുന്നു, ലീസ് റെൻറ്റിലൊക്കെ കൊടുക്കുന്നു, ലീസ് നിങ്ങൾ എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നു, അത്രേ ഉള്ളൂ ലീസ്. ഇനി എന്താണ് ബ്രേക്ക് ഇവൻ ലീസ്? ബ്രേക്ക് ഇവൻ ലീസ് എന്ന് പറയുന്നത്, ഇത് കൂടുതൽ കുറച്ചിപ്പോൾ നമ്മൾ പാവങ്ങളൊക്കെ പോകുന്നു, ലീസ് മേടിക്കുന്നു, തിരിച്ചു വരുന്നു. പക്ഷെ ബിസിനസ്സുകാരൊക്കെ പോവുകയാണെങ്കിൽ, ബിസിനസ്സിൽ ഇൻട്രസ്റ്റഡ് ഉള്ള ഒരാൾ ലീസ് എടുക്കാൻ പോവുകയാണെങ്കിൽ അയാൾ എപ്പോഴും ചിന്തിക്കും, അയാൾക്ക് ബെനിഫിറ്റ് ആണോ അല്ലെങ്കിൽ അയാൾക്ക്
നഷ്ടമാണോ എന്നൊക്കെ കൂടുതലായിട്ട് നമ്മളെക്കാൾ അനലൈസ് ചെയ്യുന്നത് ബിസിനസ്സിലൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും അല്ലേ. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം വരുന്നൊരു സംഭവമാണ് ബ്രേക്ക് ഇവൻ ലീസ്. പ്രോബ്ലം ഉണ്ട് ഇതിനെപ്പറ്റി, ബ്രേക്ക് ഇവൻ ലീസിനെ പറ്റി പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഒരു ലെസ്സിയെ സംബന്ധിച്ചിടത്തോളം, ലീസ് എടുക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ബ്രേക്ക് ഇവൻ ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം എത്ര കൊടുക്കാൻ പറ്റുന്നോ ആ ഒരു റെൻ്റിലാണ് ബ്രേക്ക് ഇവൻ ലീസ് എന്ന് പറയുന്നത് ലെസ്സിയെ സംബന്ധിച്ചിടത്തോളം. ലെസർ എന്ന് പറയുമ്പോൾ മിനിമം റെൻറ്റ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു കടയിൽ ചെല്ലുന്നു, അപ്പം നമ്മൾ മേടിക്കുന്ന ആളായിരിക്കുമല്ലോ ലെസ്സി, കൊടുക്കുന്ന ആളായിരിക്കുമല്ലോ ലെസർ. അപ്പം ഞാനിപ്പോൾ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം എമൗണ്ട് ആണോ പറയുന്നത്, മിനിമം എമൗണ്ട് ആണോ പറയുന്നത്? നമ്മൾ കടയിൽ ചെന്ന് ബാർഗെയിൻ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് ഓക്കെ, ഈ ഒരു സാധനത്തിന് കൂടി പോയി കഴിഞ്ഞാൽ മാക്സിമം ഞാൻ 250 രൂപ തരും, അതിന് മുകളിൽ ഞാൻ ഒന്നും തരത്തില്ല, 250 രൂപ മാക്സിമം. സോ നമ്മൾ ലെസ്സിയാണ്, നമ്മൾ എപ്പോഴും മാക്സിമം എമൗണ്ട് ആയിരിക്കും പറയുന്നത്. ആ സമയം വിൽക്കുന്ന ആളോ, ആഹാ പറ്റത്തില്ല, ഇതിന് മിനിമം 200 രൂപയെങ്കിലും, മിനിമം എനിക്ക് ഒരു 260 രൂപയെങ്കിലും കിട്ടിയേ പറ്റത്തുള്ളൂ, മാക്സിമം നിങ്ങൾക്ക് എത്ര വേണം തരാം, പക്ഷെ മിനിമം ഞാൻ ഫിക്സ് ചെയ്യുന്നു 260. അപ്പം അയാൾ ഫിക്സ് ചെയ്ത് 260 ഞാൻ ഫിക്സ് ചെയ്ത് 250 അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ആവുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അത് ബ്രേക്ക് ഇവൻ ആയില്ല. പക്ഷെ അയാളുടെ മിനിമം കുറച്ചും കൂടെ ഒരു 10 രൂപയും കൂടെ താഴോട്ട് കൊണ്ടുവന്ന് 250 ആക്കി കഴിഞ്ഞാൽ അവിടെ ബ്രേക്ക് ഇവൻ ആയി. ഇതേ ഉള്ളൂ ബ്രേക്ക് ഇവൻ ലീസ്. ഇത് ചെയ്യുന്ന പ്രോബ്ലംസ് കാര്യങ്ങളുണ്ട്, അതും ഞാൻ പറഞ്ഞുതരാം. അടുത്ത ലിവറേജ്ഡ് ലീസ്. ലിവറേജ്ഡ് ലീസ് എന്ന് പറയുമ്പം എളുപ്പമാണ്. ഇപ്പം എൻ്റെ കയ്യിൽ കുറേ ലൈക്ക് എൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് ലീസ് കൊടുക്കുന്നതാണ് എൻ്റെ ബിസിനസ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്ക് തൽക്കാലം ഇപ്പം അസറ്റ് മേടിക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. പൈസ ഉണ്ടെന്ന് വെച്ചാൽ ഒരു 5 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എനിക്ക് അസറ്റിൻ്റെ വില 25 ലക്ഷം രൂപയാണ്. അപ്പം ബാക്കി 20 ലക്ഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ബാങ്കിൻ്റെ അടുത്തൊക്കെ പോയി 20 ലക്ഷം രൂപ അവിടെ നിന്ന് ലോൺ എടുക്കുന്നു. അങ്ങനെ 25 ലക്ഷം ഫുള്ളാക്കുന്നു. എന്നിട്ട് ഒരു അസറ്റ് മേടിക്കുന്നു. അസറ്റ് മേടിച്ചിട്ട് ഞാനത് ലീസിന് കൊടുക്കുന്നു. അപ്പം ലീസിന് നമ്മൾ കൊടുക്കുമ്പം അയാൾ എനിക്ക് ലീസ് റെൻ്റൽ തരണമല്ലോ. അപ്പം ഈ കിട്ടുന്ന റെൻ്റലിനകത്ത് നിന്ന് കുറച്ച് പോർഷൻ ബാങ്കിന് പോകുന്നു, കുറച്ച് പോർഷൻ എനിക്ക് വരുന്നു. അപ്പം ഈ തരുന്ന റെൻ്റൽ ഇവർ ബാങ്കിലായിരിക്കും ഡയറക്റ്റ്ലി കൊടുക്കുന്നത്. ബാങ്കിൻ്റെ എമൗണ്ട് എടുത്തതിന് ശേഷം ബാക്കി എനിക്ക് തരുന്നു. അപ്പം ഇതാണ് ലിവറേജ്ഡ് ലീസ്. ഒറ്റ കണക്കേ ഉള്ളൂ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ടെക്സ്റ്റിൽ. ആ ഒറ്റ കണക്ക് ചെയ്ത് പഠിച്ചോണം. ഓക്കെ, അത് കളയരുത്. ഇനി അത് കഴിഞ്ഞ് വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ കുറേ നിങ്ങൾ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുമ്പം ഈ പ്ലാനുകളെ പറ്റി നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കാണും. അപ്പം ഇതിനകത്തിൽ എന്താണ് ലീസ് റെൻ്റൽ സ്ട്രക്ചർ? നമ്മളിപ്പം ലീസിന് നമ്മൾ എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന സമയത്ത് ഇപ്പോൾ അവർ പറയും നിങ്ങൾ ലീസ് റെൻ്റൽ തരേണ്ടത് ചിലപ്പം ഈക്വൽ പീരീഡ് പ്ലാനിലായിരിക്കും, അല്ലെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ആയിരിക്കും, സ്റ്റെപ്പ് ഡൗൺ പ്ലാൻ ആയിരിക്കും, അല്ലെങ്കിൽ ബലൂൺ പേയ്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഡെഫേർഡ് പേയ്മെൻ്റ് ആയിരിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ മീനിങ്? ഈക്വൽ പീരീഡ് പ്ലാൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ പറയുകയാണ് 60,000 ലീസ് റെൻ്റിൽ. അപ്പം എല്ലാ വർഷവും നിങ്ങൾ എത്ര കൊടുത്തുകൊണ്ടിരിക്കണം? 60,000 കൊടുത്തുകൊണ്ടിരിക്കണം. റൈറ്റ്. സ്റ്റെപ്പ് അപ്പ് പ്ലാൻ എന്ന് പറയുമ്പം ഇതിങ്ങനെ കൂടി വരും. ആദ്യത്തെ വർഷം 10,000, പിന്നെ 20,000, പിന്നെ 30,000, പിന്നെ 40,000, ഇങ്ങനെ അപ്പ് ചെയ്തുകൊണ്ട് വരും. ഡൗൺ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഫസ്റ്റിൽ 40,000, 30,000, 20,000, 10,000, ഇങ്ങനെ കുറഞ്ഞു വരും. നമ്മുടെ ഈ ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ ഈ ലോണിനൊക്കെ എടുക്കുമ്പം നമുക്ക് ഇതുപോലെ ഇങ്ങനെ സ്റ്റെപ്പ് ഡൗൺ ആയിരിക്കും കൂടുതലായിട്ടും വരുന്നത്, കുറഞ്ഞു വരുന്ന പ്ലാൻ ആയിരിക്കും അല്ലേ. ഇനി ബലൂൺ പേയ്മെൻറ്റ് പ്ലാൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് ആദ്യത്തെ വർഷവും രണ്ടാമത്തെ വർഷവും നിങ്ങൾ 15 ലക്ഷം, ഇപ്പം മൊത്തം 3 വർഷത്തെ ലീസാണെന്ന് വെച്ചോ. മൊത്തം 3 വർഷമേ ഉള്ളൂ ലീസ് പീരീഡ്. ആദ്യത്തെ വർഷവും രണ്ടാമത്തെ വർഷവും നിങ്ങൾ ഈക്വലായിട്ട് എനിക്ക് 15 ലക്ഷം തന്നാൽ മതി. 15 ലക്ഷം. ബാക്കി എത്ര എമൗണ്ട് ബാക്കിയുണ്ടോ അത് ഫുള്ളും നിങ്ങൾ മൂന്നാമത്തെ വർഷം എനിക്ക് തന്നു തീർക്കണം. അതാണ് ബലൂൺ പേയ്മെൻറ്റ്. അത് ഒറ്റയടിക്ക് ആദ്യത്തെ 2 വർഷം വളരെ കുറച്ച് പേയ്മെൻറ്റ് മേടിച്ചിട്ട് മൂന്നാമത്തെ വർഷം എൻ്റെ നിന്ന് ഒന്നിച്ചൊരു 35 ലക്ഷം രൂപ അങ്ങ് മേടിക്കുവാണെങ്കിൽ അതാണ് ബലൂൺ പേയ്മെൻറ്റ്. ഡെഫേർഡ് പേയ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡെഫർ ചെയ്യുകയാണ്. അതായത് ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, ഓക്കെ നിങ്ങൾ എനിക്ക് റെൻറ്റിൽ തരുമ്പം ഒന്നാമത്തെ വർഷം നിങ്ങൾ എനിക്ക് തരണ്ട, 2ഉം 3ഉം വർഷം നിങ്ങൾ ബാക്കിയുള്ളത് എനിക്ക് ഈക്വലായിട്ട് തന്നാൽ മതി. ഇപ്പം ഞാൻ പറയട്ടെ, ലീസിൻ്റെ മൊത്തം ലീസ് പീരീഡിലെ മൊത്തം എനിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടേണ്ട എമൗണ്ട് ഒരു 30 ലക്ഷമാണ്. ഓക്കെ, അപ്പം വേണമെങ്കിൽ എനിക്ക് 30 ലക്ഷത്തിന് 3 വർഷമായിട്ട് ഡിവൈഡ് ചെയ്ത് തരാം. അപ്പോൾ അത് ഈക്വൽ പീരീഡ് പ്ലാൻ ആയിരിക്കും. സ്റ്റെപ്പ് അപ്പ് പ്ലാൻ എന്ന് പറയുമ്പോൾ ഈ 30 ലക്ഷത്തിന് എനിക്ക് നമ്മൾ അപ്വേർഡ് ട്രെൻഡിൽ തരാം, നിങ്ങൾ അങ്ങനെ എനിക്ക് റെൻറ്റ് തരാം. ഇല്ലെങ്കിൽ ഈ 30 ലക്ഷത്തിൻ്റെ ഡൗൺവേർഡ് ട്രെൻഡ്, ആദ്യത്തെ വർഷം ചിലപ്പം ഞാൻ നിങ്ങളുടെ 20 ലക്ഷം മേടിക്കും, രണ്ടാമത്തെ വർഷം നിങ്ങളുടെ ചിലപ്പോൾ 5 ലക്ഷം മേടിക്കും, അങ്ങനെ കുറഞ്ഞു വരുന്ന രീതിയിലായിരിക്കും. അല്ലെങ്കിൽ 10 ലക്ഷം മേടിക്കും, അങ്ങനെ കുറഞ്ഞു വരുന്ന രീതിയിൽ സ്റ്റെപ്പ് ഡൗൺ ഇടും. ഇനി ബലൂൺ പേയ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ വർഷം നിങ്ങളടുത്ത് ഞാൻ പറയുകയാണ്, ഓക്കെ 30 ലക്ഷം അല്ലേ എനിക്ക് മൊത്തം കിട്ടാനുള്ളത്. അപ്പം ആദ്യത്തെ ലക്ഷം നിങ്ങൾ എനിക്കൊരു 5 ലക്ഷം തന്നു ആദ്യത്തെ 2 വർഷം. അപ്പം മൊത്തം 10 ലക്ഷമായി. മൂന്നാമത്തെ വർഷം ബാക്കി മൊത്തം 20 ലക്ഷം എനിക്ക് തന്നേരെ. അങ്ങനെ പറയുന്നതാണ് ബലൂൺ പേയ്മെൻറ്റ്. അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് ലാസ്റ്റിലായിരിക്കും എനിക്ക് ബേർഡൻ മൊത്തം വരുന്നത്. ഡെഫേർഡ് പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുകയാണ്, ഓക്കെ 30 ലക്ഷമാണ് നിങ്ങൾ ആദ്യത്തെ വർഷം എനിക്ക് തരണ്ട,
2, 3 വർഷം അത് സ്പ്ലിറ്റ് ചെയ്ത് എനിക്ക് ഈക്വൽ ആയിട്ട് താ എന്ന് പറയുന്നതാണ് ഡെഫേർഡ് പേയ്മെൻറ്റ്. അപ്പോൾ 15 ലക്ഷം 15 ലക്ഷം രണ്ടാമത്തെ വർഷം മൂന്നാമത്തെ വർഷം. അപ്പം ഇതാണ് ലീസ് റെൻ്റലിൻ്റെ ഒരു സ്ട്രക്ചർ. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബേസിക്കായിട്ട് ഇതിനകത്ത് അറിഞ്ഞിരുന്നാൽ മതി. ഇനി നമ്മൾ എന്താ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ ക്രാക്ക് ചെയ്യാം. ചെറിയൊരു പോസ് ഉണ്ട്, ഇത് കട്ട് ചെയ്ത് കളയണേ. ഓക്കെ, അതായത് ഇതിനകത്തിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് മെയിനായിട്ട് ക്വസ്റ്റ്യൻ വരുന്നത് 2-3 ഭാഗത്തു നിന്നാണ്. അതായത് ഒന്നെങ്കിൽ ലീസ് ഓർ ബൈ. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയുകയാണ് ഇത് ലീസിന് എടുക്കുന്നതാണോ നല്ലത് അല്ലെങ്കിൽ നമ്മൾ ഈ അസറ്റ് മേടിക്കുന്നതാണോ നല്ലത്, നിങ്ങളോട് ഡിസിഷൻ എടുക്കാൻ പറയുകയാണ്. ഒന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളോട് ബ്രേക്ക് ഇവൻ റെൻ്റൽ കണ്ടുപിടിക്കാൻ പറയുകയാണ്. ബ്രേക്ക് ഇവൻ റെൻ്റൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഒരാൾ മാക്സിമം ഒരു ലെസ്സി മാക്സിമം എത്ര റെൻറ്റ് കൊടുക്കാൻ അയാൾ വില്ലിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ലെസ്സർ മിനിമം അയാൾക്ക് ഇത്രയെങ്കിലും കിട്ടണമെന്ന് അയാൾ പറയുന്നു. അപ്പോൾ മിനിമം ആൻഡ് മാക്സിമം, അതാണ് ബ്രേക്ക് ഇവൻ റെൻ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരെണ്ണം എന്ന് പറയുന്നത് ലിവറേജ്ഡ് ലീസാണ്. ലിവറേജ്ഡ് ലീസ് ഞാൻ പറഞ്ഞതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ക്ലിക്ക് ആയിക്കോളും. ഇനി ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നേ എന്തൊക്കെയാണ് ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്, അതുപോലെ സ്റ്റെപ്പ് അപ്പ് ഉണ്ട്, സ്റ്റെപ്പ് ഡൗൺ ഉണ്ട്, ബലൂൺ ഉണ്ട്, ഡെഫേർഡ് പേയ്മെൻറ്റ് പ്ലാൻസ് ഉണ്ട്. സോ ഇതിനകത്തിൽ എന്താണ് ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് ഓൾറെഡി പറഞ്ഞു തന്നു. സെയിമായിട്ട് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്തു പോകുന്നതിനെയാണ് ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ചിലപ്പം ലീസ് റെൻ്റൽസ് നമ്മൾ ഈക്വലായിട്ട് കൊടുക്കുന്നതായിരിക്കാം. ഇവിടെ പ്രധാനമായിട്ടും ലീസ് റെൻ്റൽസ് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനിലും തന്നിരിക്കും. നിങ്ങളോട് ഇപ്പോൾ ലീസാണോ ബൈ ആണോ നല്ലതെന്ന് ചോദിക്കുമ്പം ലീസിന് എത്രയാണ് റെൻ്റൽസ് കൊടുക്കേണ്ടതെന്ന് ക്വസ്റ്റ്യനകത്തിലുണ്ടായിരിക്കും. നേരെ മറിച്ച് ബ്രേക്ക് ഇവൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടി വരും, പക്ഷെ അത്ര സീനുള്ള കാര്യമല്ല. ഇവിടെ എന്താണ് ഞാൻ ഇങ്ങനെ എഴുതിയിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ SFM പഠിക്കുമ്പം നമ്മൾ പറഞ്ഞു ലീസ് ഓർ ബൈ ഡിസിഷൻസ് വരുമ്പം എപ്പോഴും ലെസ്സിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കയ്യിൽ പൈസ കാണത്തില്ല, റൈറ്റ്. SFMൽ അയാൾക്ക് പൈസ ഇല്ല. അപ്പം അയാൾക്കൊരു അസറ്റ് മേടിക്കണമെങ്കിൽ അയാൾ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ലോൺ എടുത്തിട്ട് മാത്രമേ അയാൾക്ക് ഒരു അസറ്റ് മേടിക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് ബേസിക് അസംഷൻ ഫോർ എ ലെസ്സി. ഒരു ലെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു അസംഷനാണ് അയാൾ ലോൺ എടുക്കുന്നു, അസറ്റ് മേടിക്കുന്നു, അല്ലെങ്കിൽ ഡയറക്റ്റ് ലീസിങ്ങിന് പോകുന്നു. ഇതാണ് മെയിനായിട്ട് വരുന്നൊരു സംഭവം. അപ്പം ഇങ്ങനെ പോകണമെങ്കിൽ എത്രയാണ് അയാൾ കൊടുക്കുന്നതെന്ന് അറിയണ്ടേ. ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് അയാൾ എത്രയാണ്, ഇപ്പം ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കും അയാൾ ആ ലോൺ അടയ്ക്കുന്നത് 6 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ 4 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് വെച്ചിട്ടാണ്. അസറ്റിൻ്റെ കോസ്റ്റ് 30 ലക്ഷമാണ്, വിച്ച് മീൻസ് അയാൾ 30 ലക്ഷം ലോൺ എടുത്തു എന്നർത്ഥം. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ ഒരു വർഷം, അത് ഒരു വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഷോർട്ട് കട്ടാണ്. അസറ്റിൻ്റെ കോസ്റ്റ് തന്നിരിക്കും, നിങ്ങൾക്കൊരു ഡിസ്കൗണ്ടിങ് ഫാക്ടറും തന്നിരിക്കും. അതിൻ്റെ അന്യൂയിറ്റി, ഇപ്പോൾ 6 വർഷത്തെ ലോൺ ആണെങ്കിൽ 1/, ഇൻട്രസ്റ്റ് റേറ്റ് 10 വെച്ചോ, 1/, 1.10 6 തവണ ചെയ്ത് ഇൻറ്റു ഈക്വൽസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ലൈക്ക് M+M+ ഇട്ട് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു അന്യൂറ്റി ഫാക്ടർ കിട്ടും. ആ അന്യൂറ്റി ഫാക്ടർ ഇട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് ഒരു വർഷം നിങ്ങൾ എത്രയാണ് പ്രിൻസിപ്പലും ഇൻട്രസ്റ്റും ചേർത്ത് കൊടുക്കേണ്ടതെന്നൊരു സംഭവം വരും. ഈ ഒരു ഇത് മറക്കരുത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, കാരണം എല്ലാ ക്വസ്റ്റ്യനിലും നിങ്ങൾ ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് കണ്ടുപിടിക്കേണ്ടി വരും. അതല്ലാത്ത ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്, ചിലപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കും നിങ്ങളുടെ റെൻ്റൽ ഈക്വലാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റെപ്പ് അപ്പ് ആയിട്ട് തന്നിരിക്കും, ചിലപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ആയിട്ട് തന്നിരിക്കും. സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുമ്പം X, 2X, 3X. ഇപ്പം X ആണ് റെൻ്റെങ്കിൽ 2X, 3X ആയി പോകും. ഇനി നിങ്ങളുടെ ലീസ് റെൻ്റൽസ് സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിൽ 4, 3, 2, 1. ബലൂൺ ആണെങ്കിൽ ആദ്യം നമ്മളോട് കുറച്ച് കുഞ്ഞു പേയ്മെൻറ്റ് പറഞ്ഞിട്ട് ലാസ്റ്റിൽ ഒരു ബൾക്ക് പേയ്മെൻറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കും. ഇനി ഡെഫേർഡ് ആണെങ്കിൽ 3, അതായത് ആദ്യ വർഷം വേണ്ടാന്ന് പറഞ്ഞു, പിന്നത്തെ 3 വർഷം സിമിലർ ഒരേ ഈക്വലായിട്ട് പേയ്മെൻറ്റ് ചെയ്തു. ദാറ്റ് ഈസ് വാട്ട് ഡെഫേർഡ് പേയ്മെൻറ്റ്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് പോകുമ്പം ഫസ്റ്റ് നമ്മളോട് ചോദിക്കുന്നത് ലീസ് ചെയ്യണോ ബൈ ചെയ്യണോ എന്നുള്ളതാണ്. ലീസ് ചെയ്യാനാണെങ്കിൽ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമായിരിക്കും. നിങ്ങളിപ്പം നോക്കിക്കേ, ഒരു അസറ്റ് നിങ്ങൾ ലീസിന് എടുക്കുന്നു. ഒരു അസറ്റ് നിങ്ങൾ ലീസിന് എടുക്കുമ്പോൾ നിങ്ങളുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ P&L അക്കൗണ്ടിൽ ലീസ് റെൻ്റൽസ് എന്ന് പറഞ്ഞ് ഇത്ര രൂപ കാണിക്കും. അതിൽ 30% ടാക്സെങ്കിൽ നിങ്ങൾക്കൊരു ടാക്സ് ബെനിഫിറ്റ് കിട്ടും. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ P&L ഒക്കെ പ്രിപ്പയർ ചെയ്തവർക്കറിയാം നമ്മൾ ടാക്സ് സേവ് ചെയ്യാനായിട്ട് എക്സ്പെൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷേങ്കിൽ അത് ലീഗലായിരിക്കണം. സോ അങ്ങനെ നമ്മൾ റെൻ്റൽ കൊടുക്കുകയാണെങ്കിൽ അതിൽ 30% നിങ്ങൾക്ക് എന്ത് കിട്ടും? ടാക്സ് സേവിങ്സ് കിട്ടും.
അപ്പം ആ ടാക്സ് സേവിങ്സ് അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞ് ബാക്കിയുള്ള റെൻറ്റൽസിൻ്റെ ഇപ്പം ഞാൻ 1,00,000 വെച്ചിട്ടാണ് ലീസ് റെൻറ്റിൽ കൊടുക്കുന്നത്. ആ 1,00,000 എൻ്റെ കമ്പനിക്ക് പ്രോഫിറ്റ് ടാക്സ് വരുന്നത് 30%. അപ്പോൾ ഈ 1,00,000 30% അങ്ങോട്ട് മാറ്റി വെച്ച് ബാക്കി 70% എന്ന് പറയുന്നത് 70,000. ഇത് ഞാൻ കണ്ടിന്യൂസ്ലി 5 വർഷം കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ചെയ്ത് എല്ലാത്തിൻ്റെയും PV ഫാക്ടർ ഇട്ട് പ്രസൻറ്റ് വാല്യൂ ചെയ്ത് വരുമ്പോഴത്തേക്ക് എനിക്ക് എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും എൻ്റെ ഇപ്പോഴത്തെ 0 ഇയറിലെ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ ലീസ്. അടുത്ത കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ബൈ ചെയ്യുന്നതിൻ്റെ കാര്യമാണ്. അപ്പം ലീസിൻ്റെ കിട്ടി, ഇനി ബൈ ചെയ്യുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 3 കാര്യങ്ങൾ വേണം. ഒന്ന്, എത്ര നിങ്ങളുടെ ഇൻസ്റ്റാൾമെൻറ്റ്. ഇപ്പം ഒരു അസറ്റിന് ഒരു 30 ലക്ഷം രൂപയാണ് വില എന്ന് വെച്ചോ. ഓക്കെ, ഒരു അസറ്റിന് എത്രയാണ്? നിങ്ങളൊരു അസറ്റ് മേടിക്കാൻ പോവാണ്, അസറ്റിന് 30 ലക്ഷം രൂപയാണ് വില. ഈ 30 ലക്ഷം ഞാൻ പറഞ്ഞു ലോൺ എടുത്തിട്ടാണ് നിങ്ങൾ അസറ്റ് മേടിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 30 ലക്ഷം നിങ്ങൾ കൊടുക്കുന്നത് ഓരോ വർഷം ഇത്ര എമൗണ്ട് ഇൻസ്റ്റാൾമെൻറ്റിലാക്കിയായിരിക്കും കൊടുക്കുന്നത്. ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും കൂടെ ചേർന്ന് വരുന്ന ഒരു എമൗണ്ടാണ് ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ ഇവിടെ പറഞ്ഞു ക്വസ്റ്റനിൽ ഇനി ഇങ്ങനെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെൻറ്റ് തന്നിട്ടില്ല, നിങ്ങൾക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കും നിങ്ങൾക്ക് ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് ആണ്, അസറ്റിൻ്റെ വില ഇത്ര ലക്ഷമാണ്, നിങ്ങൾക്ക് ഡിസ്കൗണ്ടിങ് റേറ്റും തന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ഇൻസ്റ്റാൾമെൻറ്റിന് എത്രയാണ് കിട്ടും. ഒന്നാമത്തെ കാര്യം. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് നിങ്ങൾക്ക് ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. നിങ്ങൾ കിട്ടുമ്പോഴേ ലീസ് ഓർ ബൈ ക്വസ്റ്റൻ ആണെങ്കിൽ ആദ്യമേ ഈ ടേബിൾ പ്രിപ്പയർ ചെയ്തിടുക. കൂടുതൽ ചിന്തിച്ച് സമയം കളയാണ്ട് ഫസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ എൻഡിൽ ലീസ് ഓർ ബൈ എന്നാണെങ്കിൽ ലോൺ എടുക്കുക. നമുക്കവിടെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുണ്ടായിരിക്കും. ആ ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചിട്ട് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. ഇവിടെ ഞാനീ പറഞ്ഞിരിക്കുന്നത് ഇത് ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തതിൻ്റെ കാരണം ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ആദ്യം നിങ്ങൾ ഓരോ വർഷവും എത്രയാണ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുന്നതെന്ന് കണ്ടുപിടിക്കുക. അതിനുശേഷം നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് എക്സ്പെൻസ് മാത്രമല്ല ബെനിഫിറ്റും കിട്ടുന്നുണ്ട്. കാരണം നിങ്ങളൊരു അസറ്റ് ലോൺ എടുത്ത് ഒരു അസറ്റ് എടുക്കുമ്പം ഒന്നാമത്തെ കാര്യം ലോണിന് നിങ്ങൾ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നുണ്ട്. ആ ഇൻട്രസ്റ്റ് നിങ്ങളുടെ P&L ഒരു എക്സ്പെൻസ് ആണ്. അപ്പം അതിന് 30% ടാക്സ് സേവിങ് കിട്ടുമല്ലോ. ഇനി അടുത്തത്, ഈ ഒരു അസറ്റ് മേടിക്കുമ്പോൾ നിങ്ങൾ P&L ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് കുറച്ച് എമൗണ്ട് എഴുതി തള്ളുന്നുണ്ട്. അതിൽ 30% ടാക്സ് സേവിങ്സ് കിട്ടുമല്ലോ. ഈ 2 ടാക്സ് സേവിങ്സിൻ്റെയും പ്രസൻറ്റ് വാല്യൂ, ഇവിടെ മൊത്തം പ്രസൻറ്റ് വാല്യൂ ആണേ. കാരണം ഓരോരോ വർഷമുള്ള സംഭവത്തിനെ നമ്മൾ 0 ഇയറിലേക്ക് കൊണ്ടുവന്നാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പം നിങ്ങൾക്ക് ബൈ ചെയ്യുമ്പോൾ ഉള്ള മൊത്തം കോസ്റ്റ് എത്രയാണ് കിട്ടും. ഈ ലീസും ബൈയും കൂടെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്ത് ഏതാണോ ചിലവ് കുറവ് അതായിരിക്കുമല്ലോ നിങ്ങൾ എടുക്കുന്ന ഓപ്ഷൻ. ഈ ഒരു ക്വസ്റ്റ്യൻ ഈസിയാണ്, ഇതിലങ്ങനെ ഒന്നും ഇപ്പം ഇല്ല. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരെണ്ണം ചെയ്ത് കഴിയുമ്പം അതിൽ നിന്ന് തന്നെ എങ്ങനെ ബ്രേക്ക് ഇവൻ കിട്ടും എന്ന് നിങ്ങൾക്ക് ഞാൻ രണ്ടാമത് കാണിച്ചു തരാം. സോ നമ്മൾ ടൈം കളയാണ്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതിന് മുന്നേ വേറൊരു ചെറിയ കാര്യം കൂടെ. ക്വസ്റ്റ്യനിനകത്തിൽ എപ്പോഴും ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുന്നൊരു പോയിന്റ് തന്നിരിക്കും. ഓക്കെ, ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇൻട്രസ്റ്റ് ആണ്. അതായത് നിങ്ങൾ ലോൺ എടുക്കുമ്പം എത്ര നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇൻട്രസ്റ്റ് പോകും അതാണ് ബോറോയിങ് കോസ്റ്റ്, ജസ്റ്റ് ഇൻട്രസ്റ്റ് ഫാക്ടർ, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഈ ലീസ് ഓർ ബൈക്കകത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവമാണ് പ്രസൻറ്റ് വാല്യൂ. പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു ഡിസ്കൗണ്ടിങ് ഫാക്ടർ വേണം. ഒന്നെങ്കിൽ ക്വസ്റ്റ്യനകത്തിൽ ഈൽഡ് എന്ന് പറഞ്ഞ് തന്നിരിക്കും. ഈൽഡ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ അതാണ് ഡിസ്കൗണ്ടിങ് ഫാക്ടർ. കണ്ണും അടച്ച് അതെടുത്തോ, അതാണ് ഡിസ്കൗണ്ടിങ് ഫാക്ടർ. ഇനി ഈൽഡ് ഒന്നും തന്നിട്ടില്ല, ക്വസ്റ്റ്യനിൽ ബോറോയിങ് കോസ്റ്റ് ഉണ്ട് താനും. എപ്പോഴും ക്വസ്റ്റ്യനിൽ ബോറോയിങ് കോസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. ക്വസ്റ്റ്യനിൽ ബോറോയിങ് കോസ്റ്റ് ഉണ്ട്, പ്ലസ് ക്വസ്റ്റ്യനകത്ത് നമ്മുടെ കമ്പനിയുടെ ടാക്സ് റേറ്റും തന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈൽഡ് ഇല്ല, ടാക്സ് റേറ്റും തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ബോറോയിങ് കോസ്റ്റ് ഇൻറ്റു 1 - ടാക്സ് റേറ്റ്. ബോറോയിങ് കോസ്റ്റിനകത്ത് നിന്ന് ടാക്സ് റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണോ അതായിരിക്കും നിങ്ങളുടെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ. അതായത് 10% നിങ്ങളുടെ ഇൻട്രസ്റ്റ് റേറ്റ്, ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് 10% 30% നിങ്ങളുടെ കമ്പനിയുടെ ടാക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ 10ൻ്റെ 30% എന്ന് പറയുന്നത് 3 അല്ലേ. 10ൽ 3 കുറച്ച് കഴിഞ്ഞാൽ 7. അപ്പം 7 നിങ്ങളുടെ 7% നിങ്ങളുടെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ. നിങ്ങൾ എവിടെയൊക്കെ PV ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ ഈ ഡിസ്കൗണ്ടിങ് ഫാക്ടർ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമ്മൾ ഈ ലോൺ പറഞ്ഞപ്പം ഇവിടെ ഒരു പ്രസൻറ്റ് വാല്യൂ ഇൻസ്റ്റാൾമെൻ്റ് ഉണ്ട്. നമ്മളിവിടെ ഒരിക്കലും പ്രസൻറ്റ് വാല്യൂയിലോട്ട് ആക്കുകയല്ല ചെയ്യുന്നത്, നമുക്ക് ജസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കണ്ടുപിടിക്കണം, അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഓർക്കുക, ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന 7%, അതായത് ബോറോയിങ് കോസ്റ്റ് ഇൻറ്റു 1 - ടാക്സ് റേറ്റ് തിരിഞ്ഞു പോകരുത്. അത് കൊണ്ടുവന്ന് ഇവിടെ ഇടരുത്. ഇവിടെ ഇടേണ്ടത് ഒറിജിനൽ ബോറോയിങ് കോസ്റ്റ് തന്നെയാണ്. ഓക്കെ, തിരിഞ്ഞു പോകരുത്. ഇവിടെ ഇടേണ്ടത് ഒറിജിനൽ ബോറോയിങ് കോസ്റ്റ് തന്നെ ആണ്. ഇതിനകത്ത് നിങ്ങൾ 7% കൊണ്ടിടരുത്, ഇവിടെ 10 തന്നെ വരണം. കാരണം എന്താണ്, നമ്മളിവിടെ ഒന്നിനെയും പ്രസൻറ്റ് വാല്യൂ ആക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ ജസ്റ്റ് അസറ്റിൻ്റെ കോസ്റ്റിനകത്തുനിന്ന് നമ്മൾ എത്രയാണ് ഒരു വർഷം കൊടുക്കേണ്ട ഇൻസ്റ്റാൾമെൻ്റ് എന്ന് നമ്മൾ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ് ഇത്.
റൈറ്റ്. അപ്പം ഇവിടെ എപ്പോഴും PVIF എന്ന് ഉദ്ദേശിക്കുന്ന ജസ്റ്റ് ഒന്നതാണ്, ഇൻട്രസ്റ്റ് ഫാക്ടർ അന്വയിക്കുന്നിട്ടാൽ മതി. ഓക്കെ, അങ്ങനെ വേണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സി, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. നമ്മളോട് ആദ്യമേ ചോദിച്ചിരിക്കുന്നത് ലീസ് എടുക്കണോ അതോ അസറ്റ് മേടിക്കണം. നമുക്ക് രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നിങ്ങൾ ലീസിന് പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരു വർഷം കൊടുക്കേണ്ട ലീസ് എന്ന് പറയുന്നത് 90,000 ആണ്. 90,000 നിങ്ങളുടെ കയ്യിൽ നിന്ന് ലീസ് റെൻ്റലായിട്ട് പോകും 4 വർഷത്തേക്ക്. ഇപ്പം തന്നെ നമുക്ക് ആൻസർ ഇതിൽ നിന്ന് വളരെ വേഗം കിട്ടും. അപ്പം ഒരു വർഷം നിങ്ങൾ നിങ്ങളുടെ P&L 90,000 ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാക്സ് ബെനിഫിറ്റ് എത്ര നിങ്ങൾക്ക് കിട്ടുന്നത്? ടാക്സ് ബെനിഫിറ്റ് 30%. 90,000-ൻ്റെ 30% എന്ന് പറയുന്നത് 27,000 ഓൾമോസ്റ്റ് വരും. അപ്പം ഒരു വർഷം നിങ്ങൾക്ക് 27,000 രൂപ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ആ ബെനിഫിറ്റ് ഇതങ്ങ് മാച്ചോ, നമ്മൾ എക്സ്പെൻസ് അല്ലേ കണ്ടുപിടിക്കുന്നത്, നമുക്കൊരു ഡിസിഷൻ എടുക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എത്ര ഔട്ട്ഫ്ലോ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം 90,000-നകത്ത് നിന്ന് 27,000 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയേ ഉള്ളൂ? 63,000. അപ്പം നമ്മൾ എഫക്റ്റീവായിട്ട് നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് 63,000 എല്ലാ വർഷം ലീസ് റെൻ്റലായിട്ട് പോകും. ഇത് നമ്മൾ ഓരോരോ 4 വർഷത്തെ കാര്യമാണ്. നമുക്കിതിനെ ഇന്നത്തേക്ക് കൊണ്ടുവരണം, പ്രസന്റ് വാല്യൂയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ 4 വർഷത്തെ PV ഫാക്ടർ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്തു നിങ്ങൾക്ക് മൊത്തം എത്ര കിട്ടും? 206,640 എന്നുള്ള ആൻസർ കിട്ടും. ഇപ്പോൾ ലീസിൻ്റെ എമൗണ്ട് ഡൺ. ഇങ്ങനെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഓരോന്നോരോന്ന് ഐഡിയ ഉണ്ടാക്കി വരിക. ഇനി അടുത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ബൈ ചെയ്യുകയാണ്. ബൈ ചെയ്യുകയാണെങ്കിൽ അസറ്റിൻ്റെ കോസ്റ്റ് എത്രയാണ്? നിങ്ങൾ 3 ലക്ഷം രൂപയാണ് അസറ്റിൻ്റെ വില. അപ്പോൾ നിങ്ങൾ അസറ്റ് മേടിക്കുകയാണെങ്കിൽ 3 ലക്ഷം രൂപയ്ക്ക് അസറ്റ് മേടിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഈ 3 ലക്ഷം രൂപ നമ്മുടെ കയ്യിലൊന്നുമില്ല, നമ്മൾ ലോൺ എടുത്തിട്ട് വേണം അസറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ലോൺ എടുക്കുവാണെങ്കിൽ ഇൻട്രസ്റ്റ് എത്ര കൊടുക്കേണ്ടി വരും? 12% ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ അസറ്റിൻ്റെ കോസ്റ്റ് അറിയാം, ഇൻട്രസ്റ്റ് അറിയാം, 4 വർഷത്തേക്കാണെന്നറിയാം. ഒന്നും നോക്കണ്ട, ഒരു കാര്യം കൂടെ ചെക്ക് ചെയ്യണം, ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആണോ എന്നും കൂടെ ചെക്ക് ചെയ്യണം. ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആണെങ്കിൽ കണ്ണു അടച്ച് ഇൻസ്റ്റാൾമെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? 3 ലക്ഷം ഡിവൈഡഡ് ബൈ 1/1.12ൻ്റെ 4 വർഷത്തെ അന്യൂറ്റി ഫാക്ടർ ഇട്ട് അതിനെ അങ്ങ് ഡിവിഷൻ ചെയ്താൽ മതി. കണ്ടോ? 3 ലക്ഷം ഡിവൈഡഡ് ബൈ 12%-ൻ്റെ 4. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പം ഒരു വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണെന്ന് കിട്ടും. ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് പെർമനൻ്റ് ആണ്, സ്റ്റേബിൾ ആണ്. ഇങ്ങനെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ഡൺ. ഓക്കെ, അപ്പോൾ ഒരു വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റ് നിങ്ങൾ എല്ലാ വർഷവും ഈ 98,782 രൂപ വെച്ചുകൊണ്ട് ബാങ്കിന് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, ഇത്ര വരെ സേഫ് അല്ലേ? അസറ്റിന് ബൈ ചെയ്യുമ്പം ഉറപ്പിക്കേണ്ടത് എന്തൊക്കെയാണ്? അസറ്റിൻ്റെ കോസ്റ്റ് ഉണ്ട്, ബോറോവിങ് കോസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കണ്ണും അടച്ച് ഒരു ഇൻസ്റ്റാൾമെൻറ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് എത്ര രൂപയാണ് പോകുന്നതെന്നുള്ളത് കിട്ടും. അസറ്റിൻ്റെ വില നിങ്ങൾക്കറിയാം. ഇതാണ് ടേബിൾ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ടേബിൾ ഇതാണ്. ആദ്യം അസറ്റിൻ്റെ വില 3 ലക്ഷമാണ് അല്ലേ? ഈ 3 ലക്ഷത്തിൻ്റെ മേലെ അല്ലേ നിങ്ങൾ ഒരു വർഷത്തേക്ക് ഇൻട്രസ്റ്റ് പലിശ കൊടുക്കുന്നത്? 12%. 3 ലക്ഷത്തിൻ്റെ 12% 36,000 രൂപ. നോക്കിയേ, നിങ്ങൾ ലോണിന് പൈസ അടയ്ക്കുമ്പം ഇന്ന 36,000 പിടിച്ചോ ഇൻട്രസ്റ്റിന്, ഇന്ന ബാക്കി പിടിച്ചോ പ്രിൻസിപ്പൾ, അങ്ങനെ പറഞ്ഞാണോ കൊടുക്കുന്നത്? ഒറ്റ ഒരു എമൗണ്ട് നിങ്ങൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കുകയാണ്. അതിൽ ഇൻട്രസ്റ്റ് പോർഷൻ ഉണ്ട്, പ്രിൻസിപ്പൽ പോർഷൻ ഉണ്ട്. അതിനെ രണ്ടിനെ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കണം. ഇത് നിങ്ങൾ നേരത്തെ ഓൾറെഡി കണ്ടുപിടിച്ചു. 98,782 നിങ്ങൾ ഈക്വലായിട്ട് 4 വർഷം കൊടുക്കുന്നുണ്ട്. ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കിട്ടും. അപ്പം ഇൻസ്റ്റാൾമെൻറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് പ്രിൻസിപ്പൾ ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ പ്രിൻസിപ്പലിൻ്റെ എമൗണ്ട് മാത്രം ഈ ഔട്ട്സ്റ്റാൻഡിങ്ങിൽ നിന്ന് കുറച്ച് 3 ലക്ഷത്തിനകത്ത് നിന്ന് 62,782 രൂപ നിങ്ങൾ മുതലായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി 2,37,000 ഇനിയും പെൻഡിങ് ആണ്. അതാണ് ഇവിടെ അടുത്ത ഓപ്പണിംഗ് ആയിട്ട് വരുന്നത്. ഇനി അതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 28,466 ആണ്. അത് നിങ്ങൾ ഈ 98,782 നിന്ന് കുറച്ച് കഴിയുമ്പോൾ പിന്നെ ബാക്കി മുതൽ വരുന്ന എത്രയാണ്? 70,316 നിങ്ങൾ അടച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി ഇനി വരാനുള്ളത് 1,66,000. അപ്പം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ ലാസ്റ്റ് 4ാമത്തെ വർഷത്തെ കോളം 0 ആണ്. വാട്ട് എവർ യു ഡു, എങ്ങനെയാണെന്ന് വെച്ചാലും വേണ്ടില്ല, ഈ ഒരു ടേബിൾ മനസ്സിൽ പഠിച്ചു വെച്ചേക്കണം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ CFR പഠിക്കുമ്പോൾ പോലും ലീസിൻ്റെ സെക്ഷനിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി നമുക്ക് നമ്മുടെ ഇതിനകത്തോട്ട് വരാം. നമ്മൾ ഇതിനകത്തിൽ ആദ്യം പറഞ്ഞത് എന്താണ്? പ്രസൻറ്റ് വാല്യൂ ഓഫ് ലോൺ ഇൻസ്റ്റാൾമെൻറ്റ്. നിങ്ങൾ ലോണിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് ഇവിടെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. 98,782 വെച്ച് 4 വർഷം നിങ്ങൾ കൊടുക്കണം. ഇത് 4 വർഷത്തെ കാര്യമാണ്. അതിനെ പ്രസൻറ്റ് വാല്യൂയിലോട്ട് കൊണ്ടുവന്നേ. പ്രസൻറ്റ് വാല്യൂ ഡിസ്കൗണ്ടിങ് ഫാക്ടർ ഏതാണ്? പറഞ്ഞു, ബോറോയിങ് കോസ്റ്റ് ആണ്, ടാക്സ് ഉണ്ട്, വേറെ ഈൽഡിൻ്റെ പെർസെൻറ്റേജ് ഒന്നും തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഡിസ്കൗണ്ടിങ് റേറ്റ് കണ്ടുപിടിക്കുന്നത് ബോറോയിങ് കോസ്റ്റ് ഇൻറ്റു 1 - ടാക്സ് റേറ്റ്. അതായത് ബോറോയിങ് കോസ്റ്റ് 12% ആണ്. 12%-നകത്ത് നിന്ന് ടാക്സ് റേറ്റ് കുറച്ച് കഴിയുമ്പോൾ ബാക്കി 8.4% ആയിരിക്കും നിങ്ങളുടെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ. അങ്ങനെയാണെങ്കിൽ 98,782 ഓരോ വർഷത്തെയും ഇൻസ്റ്റാൾമെൻറ്റ്, ഇത് നമ്മുടെ പ്രസൻറ്റ് വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 3,24,281. കണ്ടില്ലേ?
ആൻസർ വന്നു. ഒന്നാമത്തെ നിങ്ങൾക്ക് കിട്ടി. രണ്ടാമത് നിങ്ങൾക്ക് വേണ്ടത് ഇൻട്രസ്റ്റിൻ്റെ ടാക്സ് ഷീൽഡ്. അതായത് നിങ്ങൾ ലോൺ കൊടുക്കുമ്പോൾ ലോണിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുമ്പോൾ അതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. 36, 28,000, 20,000 എന്നൊക്കെ പറഞ്ഞ് ഇൻട്രസ്റ്റ് നിങ്ങൾ P&L കാണിക്കും. അതിൽ നിങ്ങൾക്ക് 30% ടാക്സ് സേവിങ് കിട്ടും. ആ ടാക്സ് സേവിങ് മാത്രമാണ് നിങ്ങളുടെ ബെനിഫിറ്റ് അല്ലേ? അല്ലാത്ത ബാക്കിയുള്ളതെല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്ന പൈസയല്ലേ? അപ്പോൾ ഈ ടാക്സ് സേവിങ്സ് മാത്രം ഇങ്ങോട്ട് മാറ്റി ഒരു കോളമായിട്ട് എഴുതുക. ടാക്സ് സേവിങ്സ് മാത്രം ഇങ്ങനെ ഒരു കോളമായിട്ട് എഴുതി കഴിഞ്ഞിട്ട് എന്നിട്ട് അതിനെ നിങ്ങൾ പ്രസൻറ്റ് വാല്യൂ ഇട്ട് വരിക. ഒരിക്കലും ഇൻട്രസ്റ്റിനെ പ്രസൻറ്റ് വാല്യൂ ഇട്ട് ആൻസർ കുളവാക്കരുത്. ഇൻട്രസ്റ്റ് ഒരിക്കലും നിങ്ങളുടെ സേവിങ് അല്ല, ഇൻട്രസ്റ്റിൽ കിട്ടണ ടാക്സ് സേവിങ് ആണ്. നമ്മൾ കൊടുക്കുന്ന പലിശയിൽ എന്തോരം നമുക്ക് ടാക്സ് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിനെ മാത്രം പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അതും നിങ്ങൾ എഴുതുക ഇൻട്രസ്റ്റ്. ഇനി പ്രത്യേകിച്ച് ഡിപ്രിസിയേഷനെ പറ്റി നമ്മുടെ മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് ഡിപ്രിസിയേഷൻ ആണ്. ഡിപ്രിസിയേഷനെ പറ്റി പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പറയുന്നില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ് അവർ ഫോളോ ചെയ്യുന്നതെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സാൽവേജ് വാല്യൂ മറ്റു കാര്യങ്ങളും ഒന്നും തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ 3 ലക്ഷത്തിന് 4 വർഷം നമ്മളങ്ങ് എഴുതി തള്ളുകയാണ്. അപ്പം ഡിപ്രീസിയേഷനും നിങ്ങളുടെ ടാക്സ് സേവിങ് അല്ല. ഡിപ്രീസിയേഷൻ ഒരിക്കലും നിങ്ങൾക്ക് ടാക്സ് സേവിങ്സ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി സേവ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു 30% മാത്രം നിങ്ങൾക്ക് ടാക്സ് സേവിങ് ആയിട്ട് വരുന്നുള്ളൂ. ആ ടാക്സ് സേവിങ് എന്ന് പറയുന്ന 30% 22,500 ഓരോ വർഷവും. അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ചെയ്ത് വരിക, കുറയ്ക്കുക. ഈ 3,24,000 നിന്ന് ഇത് രണ്ടും കൂടെ കുറച്ച് വരുമ്പം 2,26,160. ഓക്കെ. അപ്പോൾ നിങ്ങൾ അസറ്റ് മേടിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയുമാണ് എക്സ്പെൻസ് വരുന്നത്. ഇനി നിങ്ങൾ അസറ്റ് ലീസിന് എടുക്കാൻ പോവുകയാണെങ്കിലോ, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതാണ് ആദ്യം ചെയ്തു വെച്ചത്. 63,000 നമ്മൾ ഇത്രയും വർഷം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് എത്രയാണ് മൊത്തം വരുന്നതെന്ന്? 2,06,640 അല്ലേ? അപ്പം ഇതിനകത്തിലെ ഏറ്റവും ബെനഫിഷ്യൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാമല്ലോ. ഇത് തന്നെയായിരിക്കും ബെനഫിഷ്യൽ. ലീസ് ഓപ്ഷൻ ആണ് നല്ലത്. ഇത് കാരണം ഇതിനകത്ത് 2,26,000 പോകുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ ബ്രേക്ക് ഈവൻ ചെയ്യുവാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ബ്രേക്ക് ഈവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം റെൻറ്റ് നിങ്ങൾക്ക് എത്ര മാക്സിമം കൊടുക്കാൻ പറ്റും ലീസ് റെൻ്റൽ എന്നുള്ളതാണ്. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഇപ്പം സപ്പോസ് നിങ്ങൾക്ക് 63,000 അറിയാം എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ 2,64,000 സംഭവങ്ങളൊക്കെ കിട്ടിയത്. 63,000 അറിയത്തില്ല. സപ്പോസ് ഇവിടെ എക്സ് ആണെന്ന് വെച്ചോ, 4 വർഷം നിങ്ങൾ കൊടുക്കണം. 4 വർഷം സെയിം എമൗണ്ട് കൊടുക്കുന്നതുകൊണ്ടാണ് അന്വിറ്റി ഫാക്ടർ ഇവിടെ ഇട്ടേക്കുന്നത്. അപ്പം ഇത് എക്സ് ആണെങ്കിൽ ഇത് 3.28 മാറ്റില്ല. നിങ്ങൾക്കറിയാം 4 വർഷം നിങ്ങൾ റെൻറ്റ് കൊടുക്കണം അല്ലേ? ഇത് പോസ്റ്റ് ടാക്സിന് ശേഷമുള്ള, നിങ്ങൾ റെൻ്റൽ കൊടുക്കുമ്പോൾ ടാക്സ് ബെനിഫിറ്റിന് ശേഷമുള്ള റെൻ്റലാണ് ഈ കിടക്കുന്നത് ആണല്ലോ, ഉറപ്പാണ്. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങളുടെ ബ്രേക്ക് ഈവൻ എന്ന് പറയുന്നത് ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് കൊടുക്കുക. നിങ്ങൾ ഇൻഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്നൊരു പൊസിഷനാണ്. അതായത് നിങ്ങൾ അസറ്റ് മേടിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് 2,26,100 നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. അസറ്റ് ലീസിന് എടുത്തു കഴിഞ്ഞാലും 2,26,160 പോകുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ബ്രേക്ക് ഈവൻ ആണ്. നിങ്ങൾക്ക് പ്രോഫിറ്റും ഇല്ല, നിങ്ങൾക്ക് ലോസും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റെൻ്റൽ നിങ്ങളോട് കണ്ടുപിടിക്കാമോ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ബ്രേക്ക് ഈവൻ റെൻ്റൽസ്. അപ്പം എക്സ് ഇടുക, 3.28 ഇടുക, ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് ഇവിടെ നിന്ന് എമൗണ്ട് എന്ന് പറയുന്നത് 2,26,160 ആയിരിക്കണം. അതിന് ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എക്സ് കണ്ടുപിടിക്കുന്നതാണ് നിങ്ങളുടെ ബ്രേക്ക് ഈവൻ എന്ന് പറയുന്നത്. വളരെ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത നമ്മുടെ ചോദ്യം തന്നെ അതാണ്. അതേ ക്വസ്റ്റ്യൻ തന്നെ അവർ തന്നിട്ട് നമ്മളോട് ചോദിച്ചത് വാട്ട് ഈസ് ദ മാക്സിമം എമൗണ്ട് ദ ലെസി വിൽ ബി വില്ലിംഗ് ടു പേ ഫോർ അക്സെപ്റ്റിംഗ് ദ ലീസ്. എത്രയായിരിക്കും മാക്സിമം എമൗണ്ട് ഈ ലീസ് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ? മാക്സിമം അതായത് ഒരു നെല്ലിപ്പലക വരെ പോകത്തില്ല ക്ഷമയുടെ. അപ്പം ആ നെല്ലിപ്പലക എന്ന് പറയുന്നത് ഏതാണ് സംഭവം? നമ്മൾ ഈ പറഞ്ഞതുപോലെ 2,26,160 വരെ കണ്ടുപിടിക്കണം. അതിലൊന്നും ഒരു തർക്കവും ഇല്ല. നമ്മളോട് റെൻ്റാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് മാക്സിമം റെൻ്റ് എന്ന് പറയുന്നത് എക്സ് ആണ്. എക്സിനെ 3.28 നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന നേരത്തെ എങ്ങനെയായിരുന്നു കിടന്നിരുന്നത്? 63,000 ഇൻറ്റു 3.2828 എന്ന് പറഞ്ഞാൽ ഒരു ഫിഗർ ആയിരുന്നു. ഒന്ന് തിരിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. 63,000 ഇൻറ്റു 3.2828 എന്നായിരുന്നു. അതിനെ എക്സ് ആക്കുക, 3.2828 അങ്ങനെ തന്നെ ഇടുക. ഈസ് ഈക്വൽ ടു മാക്സിമം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് 2,26,000 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ ഫിഗർ കണ്ടുപിടിച്ചോ, 98,417. ദിസ് ഇസ് യുവർ മാക്സിമം എമൗണ്ട്. ഇതിനപ്പുറത്തേക്ക് 1 രൂപ പോലും നിങ്ങൾ കൊടുക്കില്ല, കാരണം കൊടുത്തു കഴിഞ്ഞാൽ നഷ്ടമായി പോകും. റൈറ്റ്. അപ്പം ഇത്രേ ഉള്ളൂ നമ്മളുടെ ലീസിൻ്റെ കൺസെപ്റ്റ്. ഇപ്പം ലീസിനകത്തിൽ ലീസ് വേണോ ബൈ വേണോ, ലെസറിൻ്റെ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് വ്യൂവിൽ എത്രയായിരിക്കും അയാൾ മാക്സിമം കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റെൻറ്റ് അല്ലെങ്കിൽ ബ്രേക്ക് ഇവൻ എന്ന് ഉദ്ദേശിക്കുന്നത് എത്രയായിരിക്കും എന്നുള്ള രണ്ടാമത്തെ രീതി. ഇനിയും ലെസറിനെ സംബന്ധിച്ചിടത്തോളം ലെസറിനും പറയാം ബ്രേക്ക് ഇവൻ അല്ലേ? നിങ്ങൾ പറഞ്ഞ ഉദ്ദേശം നിങ്ങളൊരു കമ്പനിയാണ്.
നിങ്ങളിപ്പോൾ ഒരു കമ്പനി തുടങ്ങി ലീസൊക്കെ കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഭയങ്കര കോടീശ്വരനായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ലോൺ എടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ കുറേ സംഭവങ്ങളുണ്ട്, കുറേ അസറ്റ്സ് ഉണ്ട്, കുറേ പൈസ ഉണ്ട്. നിങ്ങൾ അതെല്ലാം വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അസറ്റ് എടുക്കുക, ലീസിന് കൊടുക്കുക, അസറ്റ് എടുക്കുക, ലീസിന് കൊടുക്കുക. അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് മിനിമം കിട്ടേണ്ട ഒരു മിനിമം എനിക്ക് ഇത്രയെങ്കിലും റെന്റ് കിട്ടണം എന്ന് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ കോസ്റ്റിന് ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പം നമുക്ക് കോസ്റ്റ് കണ്ടുപിടിക്കാം എത്രയാണ്. ഇപ്പം നിങ്ങൾ ഭയങ്കര വേദനിക്കുന്ന കോടീശ്വരനാണ്, അപ്പം നിങ്ങൾ പറയുന്ന മിനിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു യുവർ കോസ്റ്റ് അല്ലേ. മിനിമം നിങ്ങൾക്ക് വേണ്ട റെന്റൽ എന്ന് പറയുന്നത് നിങ്ങളുടെ കോസ്റ്റിന് ഈക്വൽ ആയിരിക്കണം. അതാണ് ബ്രേക്ക് ഈവൻ. ലെസ്സറിൻ്റെ സ്റ്റാൻഡ് പോയിന്റിൽ നിങ്ങളൊന്ന് ആലോചിക്കും, നിങ്ങളൊരു അസറ്റ് മേടിച്ച് നിങ്ങളുടെ ബാലൻസ് ഷീറ്റിൽ ഇടുകയാണ്. നിങ്ങൾക്ക് അസറ്റ് മേടിക്കുമ്പം എക്സ്പെൻസ് വരുന്നുണ്ട്, പക്ഷെ അതിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയേ. ഉണ്ട്, ഡിപ്രിസിയേഷൻ അല്ലേ. അസറ്റ് മേടിച്ച് ഇവിടെ നമ്മൾ ലോണിൻ്റെ കാര്യമൊന്നും എടുക്കല്ലേ, കാരണം ലെസറാണ്, വേദനിക്കുന്ന കോടീശ്വരനാണ്, കയ്യിൽ ഇഷ്ടംപോലെ പൈസയുണ്ട്, ലോൺ എടുക്കേണ്ട ആവശ്യമേ വരുന്നില്ല. ഒരു ലെസ്സിയെ സംബന്ധിച്ചിടത്തോളം ആണ് ബിസിനസ് നടത്താൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് തന്നെയാണ് അയാൾ ലീസ് ചെയ്യണോ ബൈ ചെയ്യണോ എന്നുള്ള ഡിസിഷൻ തന്നെ എടുക്കുന്നത്. കയ്യിൽ ഒരുപാട് കാശ് ഉണ്ടെങ്കിൽ പിന്നെ അയാൾ എടുക്കാൻ ഡിസിഷനോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ലെസറിനെ സംബന്ധിച്ചിടത്തോളം കയ്യിൽ പൈസയുണ്ട്, സോ ജസ്റ്റ് അയാൾ അസറ്റ് മേടിക്കുന്നു, ബാലൻസ് ഷീറ്റിൽ ഇടുന്നു, ഡിപ്രിസിയേഷൻ വരുന്നു, 30% ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നു. ഇവിടെ കോമൺ ആയിട്ട് 30 എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ചിലപ്പം വേറെ ഇതൊക്കെ വരാം. 30 മൈൻഡിൽ ഒത്തിരി അങ്ങ് അടിച്ചേപ്പിച്ച് വെച്ച് ആൻസർ കൊണ്ട് തെറ്റിക്കരുത്. ഇനി വേറെ ടാക്സ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ. എക്സാമ്പിൾ 30% ആണ്. സോ അസറ്റ് മേടിക്കുന്നു, ഡിപ്രിസിയേഷൻ ഇടുന്നു, അതിൻ്റെ 30% ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നു. 30% ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ 30%ൻ്റെ പ്രസന്റ് വാല്യൂ അസറ്റിൻ്റെ കോസ്റ്റിൽ നിന്ന് നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്നതായിരിക്കുമല്ലോ നിങ്ങളുടെ ഒറിജിനൽ കയ്യിൽ നിന്ന് പോകുന്ന പൈസ അല്ലേ. അതാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഒരു അസറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 6 കോടിയാണ്. ഓക്കെ, ഈ 6 കോടി എന്ന് പറയുന്നത് അതിൽ 30% നോക്കി SLM ബേസിസിലാണ് അസറ്റിന് ഡിപ്രിസിയേഷൻ പോകുന്നത്, 30% ടാക്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 6 കോടി എന്ന് പറയുന്നത് 4 വർഷം നിങ്ങൾ ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ചേ. 6 കോടി എന്ന് പറയുന്നത് 4 വർഷത്തേക്ക് മാറ്റുമ്പോൾ ഒരു വർഷം 1.5 കോടി ഡിപ്രീസിയേഷൻ നമുക്ക് ചാർജ് ചെയ്ത് വിടാം. ഈ 1.5 കോടി ഡിപ്രീസിയേഷൻ ഒരു വർഷം 30% ടാക്സ് സേവിംഗ് ആണ്. അപ്പം 1.5 കോടി ഇൻറ്റു 30% വെക്കുകയാണെങ്കിൽ എത്ര ടാക്സ് സേവിങ്സ് കിട്ടും ഒരു വർഷം? ഇൻറ്റു അന്യൂറ്റി ഫാക്ടർ. ഇത് ഒരു വർഷമല്ല 4 വർഷം നടക്കുന്നത് കൊണ്ട് അന്യൂറ്റി ഫാക്ടർ ഇട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഡിപ്രീസിയേഷനിൽ കിട്ടുന്ന ടാക്സ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് 1.5 കോടി സംതിങ് എമൗണ്ട് വരും. അപ്പം ഇത്രയുമാണ് നിങ്ങളുടെ ബെനിഫിറ്റ്. അപ്പം 6 കോടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പം ടാക്സിൻ്റെ രൂപത്തിൽ നിങ്ങൾക്കൊരു 1.5 കോടി ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പം 6 കോടിയിൽ നിന്ന് ഈ 1.5 കോടി നിങ്ങളങ്ങ് കുറയ്ക്കുക. എന്ത് ചെയ്യുക? 6 കോടിയിൽ നിന്ന് 1.5 കോടി നിങ്ങൾ കുറയ്ക്കുമ്പം ബാക്കി നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ബാക്കിയുള്ള നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയ എമൗണ്ട് ആണ്. അതായത് ഇത്രയും വരും. 6 കോടിയിൽ നിന്ന് 1.5 കോടി ഇവിടെ ഇട്ടിട്ടുണ്ട്. 6 കോടിയിൽ നിന്ന് 1.5 കോടി കുറച്ച് ഇടുക. കുറച്ച് ഇതല്ല എമൗണ്ട് കേട്ടോ, അതിവിടെ കാണിച്ചിട്ടില്ല, കുറച്ചിടുക. എന്നിട്ട് നമ്മൾ ഇനി ക്വസ്റ്റ്യനിലേക്ക് വരുമ്പം നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളൊരു ലെസറാണ്. ഓക്കെ, നമ്മൾ ഇത്രയും കണ്ടുപിടിച്ചു. ഞാൻ അസറ്റ് മേടിച്ചു, ബാലൻസ് ഷീറ്റിൽ ഇട്ടു, ഡിപ്രീസിയേഷൻ്റെ ബെനിഫിറ്റ് എനിക്ക് 4 വർഷം കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 6 കോടിയിൽ നിന്ന് അത്രയും ബെനിഫിറ്റ് പോയി, 1.5 കോടിയുടെ ബെനിഫിറ്റ് പോയി കഴിഞ്ഞാൽ ബാക്കി എനിക്ക് എത്ര കോസ്റ്റ് വന്നു എന്ന് വരെ കണ്ടുപിടിച്ചു. ഇനി നിങ്ങൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ അടുത്തൊരു കസ്റ്റമർ വന്നിട്ടുണ്ട്. കസ്റ്റമറിന് ഇനി നിങ്ങൾ ലീസ് റെൻ്റൽ പറയണം. അയാളോട് പറയണം നിങ്ങൾക്ക് എത്രയാണ് മിനിമം വേണ്ടതെന്ന് അല്ലേ. അയാളോട് പറയണം. അയാളോട് പറയണമെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ആദ്യത്തെ വർഷം 4, അതായത് എത്രയാണോ റെൻ്റൽ അതിൻ്റെ 4 ഇരട്ടി, അടുത്ത വർഷം 3 ഇരട്ടി, പിന്നെ അടുത്ത വർഷം 2 ഇരട്ടി, ലാസ്റ്റിൽ വരുന്ന റെൻ്റ് എന്ന് പറയുന്നത് സെയിം, ഇരട്ടിയൊന്നുമില്ല, അതേ എമൗണ്ട് തന്നെ കൊടുത്താൽ മതി. അതായത് സ്റ്റെപ്പ് ഡൗൺ പ്ലാൻ ആണ്. സ്റ്റെപ്പ് ഡൗൺ പ്ലാൻ. ഓക്കെ, സ്റ്റെപ്പ് ഡൗൺ പ്ലാൻ ആണെങ്കിൽ നോക്കിക്കോണം നിങ്ങൾക്ക് കിട്ടുന്ന, നമ്മളിപ്പം ഒരു കമ്പനിയിൽ ജോലിക്ക് കയറി നമ്മൾ സാലറി ഒരു 10-12 പോട്ടെ 15 ലക്ഷം രൂപ സാലറി പാക്കേജ് ആണെങ്കിൽ നമ്മൾ ഒട്ടുമിക്ക ആൾക്കാർ ഇപ്പോൾ ചോദിച്ചു വരുന്നത് എനിക്ക് ഇൻ ഹാൻഡ് എന്ത് കിട്ടും എന്നാണ് ചോദിക്കുന്നത്. ഇൻ ഹാൻഡ് എന്ന് പറയുമ്പോൾ ടാക്സിന് ശേഷം എനിക്ക് കിട്ടുന്നത് എന്താണെന്നാണ്. കാരണം 15 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം സാലറി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവസാനം ടാക്സ് ഒക്കെ പിടിച്ച് ബാക്കി വരുന്നത് വളരെ കുറവായിരിക്കും അല്ലേ. അപ്പം അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ റിവേഴ്സ് ഗെയിം, മൈൻഡ് ഗെയിം കളിച്ച് പറയും നമുക്ക് ഇൻ ഹാൻഡ് ഇത്ര സാലറി വേണം അല്ലേ. നമുക്ക് ടാക്സിൻ്റെ കാര്യമൊക്കെ പോട്ടെ, അത് വേറെ, ഇത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു, പക്ഷെ എനിക്ക് ഇൻ ഹാൻഡ് ഇത്ര വേണം എന്ന് ചില ആൾക്കാർ ബാർഗെയിൻ ചെയ്യും. അത്ര പൊട്ടൻഷ്യലുള്ള ആൾക്കാരൊക്കെ ബാർഗെയിൻ ചെയ്യും. അതേപോലെ തന്നെ റെൻറ്റിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ്. നമുക്ക് റെൻ്റൽ ഇൻകം, നിങ്ങളൊരു കമ്പനിയാണ്, നിങ്ങൾക്ക് റെൻ്റൽ ഇൻകം കിട്ടുമ്പം അതിൽ നിന്ന് 30% ടാക്സ് പോകുന്നുണ്ട്. നിങ്ങളൊരു കമ്പനിയാണ്. അപ്പം ഈ ടാക്സിന് ശേഷമുള്ള എമൗണ്ട് എത്രയാണ് അതിലായിരിക്കണം നിങ്ങളുടെ മൈൻഡ്. അപ്പം നോക്കി, നിങ്ങളിപ്പം ജസ്റ്റ് ചാർജ് ചെയ്യുന്നത് എക്സ് ആണെന്ന് വെച്ചോ, അതായത്
നാലാമത്തെ വർഷം എക്സ്, പിന്നെ ഇരട്ടി സ്റ്റെപ്പ് ഡൗൺ അല്ലേ. അപ്പം 4 വർഷം വരുമ്പോൾ 4x 3x 2x എക്സ്. നമ്മൾ എക്സലിനകത്ത് ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിൽ 4x 3x 2x 1x, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഇതിനെപ്പോഴും പോസ്റ്റ് ടാക്സ് ആയിരിക്കണം നിങ്ങൾ നോക്കേണ്ടത്. അപ്പം 4xന്റെ ഇപ്പം നമ്മൾ എക്സ് എടുക്കാം. എക്സിന്റെ ടാക്സ് പിടിച്ചു കഴിഞ്ഞാൽ ബാക്കി 70%. ഈ എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് 1x എന്നാണ്. അപ്പം 1xന്റെ 30% എന്ന് പറയുന്നത് 0.3 ആണ് അല്ലേ. അപ്പം ഒന്നിനകത്ത് നിന്ന് 0.3 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 0.7 കിട്ടും. അപ്പോൾ 0.7. ഇനി അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം നമ്മൾ റെൻറ്റിനെ അസ്യൂം ചെയ്യുകയാണ്. ഇനി നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഇൻഫ്ലോ ഫാക്ടർ ഇട്ടിട്ട് ഇതിനെ ഒന്ന് പ്രസൻറ്റ് വാല്യൂയിലോട്ട് കൺവേർട്ട് ചെയ്തെടുക്കുക. അങ്ങനെ കൺവേർട്ട് ചെയ്ത് കിട്ടുന്ന ഈ ഒരു മൊത്തം എമൗണ്ട്, ഇത് 6.1278 എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ 6 കോടിയിൽ ഇത്ര ബെനിഫിറ്റ് കിട്ടി, ബാക്കിയുള്ള എമൗണ്ട് എന്ന് പറയുന്നത് അതിന് ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ഇത്രയായിരിക്കും റെൻറ്റ്. നിങ്ങളൊന്ന് ഇരുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ സംഭവം പുട്ടുപോലെ കയ്യിലിരിക്കും. ഓക്കെ. ഡിസ്കൗണ്ടിങ് റേറ്റ് തന്നിട്ടുണ്ടോ? ഇവിടെ ഡിസ്കൗണ്ടിങ് റേറ്റ് തന്നിട്ടില്ല, പകരം ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ പറഞ്ഞിട്ടുണ്ട്. അതായത് കമ്പനിയുടെ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 10%. 10% ഇവിടെ ഈൽഡ് ഒന്നും അല്ല കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിനകത്തുള്ള ടാക്സ് റേറ്റ് പറഞ്ഞിട്ടുണ്ട്, മാക്സിമം മാർജിനൽ ടാക്സ് റേറ്റ് പറഞ്ഞിട്ടുണ്ട് 3%. അങ്ങനെയാണെങ്കിൽ 10-നകത്ത് നിന്ന് 3 പോയി കഴിഞ്ഞാൽ ബാക്കി 7%. ഇവിടെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലെസ്സിയുടെ പോയിന്റിൽ നിന്നല്ല ചിന്തിക്കുന്നത്, ലെസറിന്റെ പോയിന്റിൽ നിന്നാണ് ചിന്തിക്കുന്നത്. ലെസറിന്റെ പോയിന്റിൽ നിന്ന് ചിന്തിക്കുമ്പം അയാൾക്ക് 10% റിട്ടേൺ വേണമെങ്കിൽ അതിൽ 30% ടാക്സ് കൊടുക്കണം അല്ലേ. മുമ്പേ ഞാൻ പറഞ്ഞായിരുന്നു, എവിടെ ഈൽഡ് കണ്ടുപിടിക്കുന്നു, എവിടെ റിട്ടേൺ കാണുന്നു, അവിടെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അത് ഡിസ്കൗണ്ടിങ് ഫാക്ടറായിട്ട് എടുത്തോളാം. പക്ഷെ ഇവിടെ അങ്ങനെ എടുക്കാൻ പറ്റില്ല. കാരണം എന്താണ് എടുക്കാൻ പറ്റാത്തത്? അയാൾക്ക് 10% റിട്ടേൺ വേണമെങ്കിൽ അതിൽ 10ന്റെ 30% 3% ടാക്സ് ആയിട്ട് പോയി, ബാക്കി 7% അയാൾക്ക് അയാളുടെ റിട്ടേൺ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഡിസ്കൗണ്ടിങ് ഫാക്ടർ 7% ആക്കി മാറ്റിയത്. ഓക്കെ. എപ്പോഴും ഓർത്തോണം, ലെസറിൻ്റെയും ലെസ്സിയുടെയും സ്റ്റാൻഡ് പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റരുത്. ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ നിങ്ങൾ ഏതെങ്കിലും ഒരു പേപ്പറിൽ ഒന്ന് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കുക. കാരണം ആൻസർ ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് എഴുതിപ്പോവും. അപ്പം അങ്ങനെ എന്തെങ്കിലും പോകുന്നത് കാരണമാണ് ഫുൾ മാർക്ക് കിട്ടാതെ. നിങ്ങളുടെ ഇൻറ്റൻഷൻ കറക്റ്റ് ആണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ കാരണം മാർക്ക് പോയിട്ടുള്ള ഒത്തിരി സംഭവങ്ങളുണ്ട്. ഇനി അടുത്ത ലിവറേജ് ലീസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ലിവറേജ് ലീസ് ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നായിരുന്നു. അതായത് ഒരു ബിസിനസ് മാൻ ഓൾറെഡി ഫസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അസറ്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വേദനിക്കുന്ന കോടീശ്വരൻ പൈസ ഇല്ലെങ്കിൽ അസറ്റ് മേടിക്കുന്നത് അയാളുടെ കയ്യിലുള്ള എമൗണ്ടും വെക്കും, ബാങ്കിൽ നിന്ന് ലോണും എടുക്കും. റെന്റ് എന്ന് പറയുന്നത് അവരോട് പറയും ബാങ്കിലോട്ട് ഡയറക്റ്റ്ലി അടച്ചോളാൻ പറയും. ബാങ്ക് അവരുടെ പലിശയും മുതലും എല്ലാം എടുക്കും, ബാക്കി എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടും. അതാണ് സംഭവം. ഇത് ചെറിയൊരു കഥ പോലെ വേണമെങ്കിൽ പറഞ്ഞുതരാം. അതായത് ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ, ചെയ്തു പഠിച്ചോണം. പി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി, അവർക്ക് ലീസ് വേണം. ഓക്കെ, അവർക്കൊരു പ്ലാന്റ് ലീസിന് വേണം. അപ്പം ലീസിന് വേണമെങ്കിൽ ആ അസറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് തന്നെ 40 കോടി വിലയുള്ള ഒരു അസറ്റാണ് അല്ലേ. അത്രയും പറഞ്ഞിട്ടുണ്ട്. അസറ്റിൻ്റെ വാല്യൂ എവിടെ തരുന്നോ ഓർത്തോണം, നമുക്ക് എങ്ങനെയൊക്കെയോ ഇൻസ്റ്റാൾമെൻറ്റ് കണ്ടുപിടിക്കാൻ വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അസറ്റിൻ്റെ വാല്യൂ. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം, 40 കോടി. ഇനി ലീസിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് ലിവറേജ് ലീസാണ്. അതായത് നമ്മുടെ ലെസർ എന്ന് പറയുന്ന ചേട്ടൻ ഏതോ ബാങ്കിൽ നിന്ന് പൈസ എടുത്ത് നമ്മൾ ബാങ്കിനാണ് ഈ റെന്റ് കൊടുക്കേണ്ടത്. പി ലിമിറ്റഡ് ബാങ്കിനാണ് റെന്റ് കൊടുക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഇതിനകത്തുള്ള താരങ്ങൾ ആരൊക്കെയാന്ന് നോക്കാം. കെ ലിമിറ്റഡും ഉണ്ട്, എച്ച് ലിമിറ്റഡും ഉണ്ട്. കെ എന്ന് പറയുന്ന ആളാണ് പാവം വേദനിക്കുന്ന കോടീശ്വരൻ. എച്ച് ലിമിറ്റഡ് ആണ് ബാങ്ക്, ലോൺ കൊടുത്ത ആള് എച്ച് ലിമിറ്റഡ് ആണ്. ഇവരിനി എങ്ങനെയാണ് ഈ പൈസ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? 1:4. 1:4 എന്ന് പറയുമ്പോൾ 40 കോടി അസറ്റിന്റെ വിലയിൽ 1/5 എന്ന് പറയുന്ന പോർഷൻ നമ്മുടെ കെയും 4/5 എന്ന് പറയുന്ന പോർഷൻ നമ്മുടെ ലോൺ ബാങ്കും ആയിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പം 40ന്റെ ബാങ്ക് എത്ര കൊടുത്തിട്ടുണ്ട്? 4/5 32 കോടി ഇട്ടത് നമ്മുടെ ബാങ്കും ബാക്കി 8 കോടി ഇട്ടത് നമ്മുടെ കെയുമാണ് അല്ലേ. ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ അന്നേരം നമുക്ക് കണ്ടുപിടിച്ച് അത്രയും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ബാങ്കിന് 32 കോടി, ഇപ്പം ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അസറ്റ് 32 ഇയാളെ സംബന്ധിച്ചിടത്തോളം അസറ്റിന്റെ വില 40 കാരണം 32+ ഇയാളുടെ കയ്യിൽ നിന്ന് ഇറക്കി 8 കൂടെ ചേർത്ത് 40 അല്ലേ. അപ്പം ബാങ്ക് എത്ര ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ട്? 15% ഇൻട്രസ്റ്റ്. 6 ഇക്വേറ്റഡ് ആനുവൽ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടി. അസറ്റിന്റെ വിലയുണ്ട്. അസറ്റിന്റെ വില എന്നത് ഇവിടെ ഒരു ചെറിയ ട്രിക്കി പോയിന്റ് വരുന്നുണ്ട്. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് തെറ്റ് വരുത്താം. അസറ്റിന്റെ, അതായത് ലോണിന്റെ എമൗണ്ട് കൊടുത്തിട്ടുണ്ട്, 15% ഇൻട്രസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, 6 ഇക്വേറ്റഡ് ഇൻസ്റ്റാൾമെന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെലവ് 40/15ന്റെ 6%.
സി കോസ്റ്റ് ഓഫ് അസറ്റ് ഇൻട്രസ്റ്റ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഇൻസ്റ്റാൾമെന്റ് കണ്ടുപിടിക്കാന്നല്ലേ പറഞ്ഞേ. അപ്പം ചിലർ 40 ഇടും, പക്ഷെ 40 ഇടരുത്. കാരണം നമ്മൾ പറയുന്നത് ബാങ്കിന് എത്ര ഇൻസ്റ്റാൾമെന്റ് കൊടുക്കണം എന്നാണ്. ബാങ്കിൽ നിന്ന് നമ്മൾ 40 കോടി എടുത്തിട്ടില്ല, 32 കോടി എടുത്തിട്ടുള്ളൂ. അപ്പൊ അതിനുള്ള ഇൻസ്റ്റാൾമെന്റ് കൊടുത്താൽ പോരെ? പോരെ. അപ്പം 32 വേണം. ബാങ്കിൽ നിന്ന് എത്ര എടുത്തിട്ടുണ്ടോ അതിനെ മാത്രമേ നമ്മൾ കോസ്റ്റ് ഓഫ് അസറ്റ് ആയിട്ട് കാണിക്കാവുള്ളൂ. അപ്പം 32 കോടി ഡിവൈഡഡ് ബൈ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 6 വർഷത്തേക്കുള്ള 1.15 ഇൻട്രസ്റ്റിന്റെ അന്യൂറ്റി ഫാക്ടർ ഇട്ട് നമ്മൾ ഡിവൈഡ് ചെയ്താലും മതി. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇവരിങ്ങനെ ചെയ്താലും അവസാനം തന്നെ ഇങ്ങനെ തന്നെ വരുന്നത്. 32 കോടി ഡിവൈഡഡ് ബൈ നമ്മുടെ 1.15ന്റെ 6 വർഷത്തെ അന്യൂറ്റി ഫാക്ടർ കൂടെ ഇട്ട് നമ്മൾ ഡിവിഷൻ ചെയ്യുമ്പം ഒരു വർഷം നമ്മൾ ഇതിന് കൊടുക്കേണ്ട ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത് 8,45,55,000 രൂപയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സോർട്ടഡ് ഔട്ട്. ക്വസ്റ്റ്യൻ വായിക്കുമ്പം തന്നെ ആദ്യത്തെ 4-5 മാർക്ക് കയ്യിൽ കിട്ടി അല്ലേ? നമ്മൾ എത്രയാണ് ബാങ്കിന് ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. നമ്മളല്ല, ഈ കെ അല്ലേ കോടീശ്വരൻ. എത്ര കൊടുക്കണം എച്ച് ലിമിറ്റഡിന്? ഇക്വയർഡ് ഇൻസ്റ്റാൾമെന്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8,45,00,000. ഇനി അടുത്തത് നോക്കിയേ, തീർന്നിട്ടില്ല. കെയുടെ കയ്യിൽ നിന്ന് 1/5, അതായത് 32 കോടി ബാങ്ക് തന്നു, 8 കോടി കെയുടെ പോക്കറ്റിൽ നിന്ന് ഇറക്കി അല്ലേ? അപ്പം ഇയാൾ എത്ര വേണം? ഇയാൾക്ക് ഇത്രയും എക്സ്പെൻസസ് ഉണ്ട്. അപ്പോൾ ഇയാൾ എത്ര വേണം ലീസ് റെന്റിൽ ചാർജ് ചെയ്യാനെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കിക്കേ, ടാക്സ് റേറ്റ് ഒന്നും തന്നിട്ടില്ല, ബോറോവിങ് കോസ്റ്റ് ഉണ്ട്. ഇവിടെ ഒരു ഈൽഡ് എന്ന് പറഞ്ഞ് 20% തന്നിട്ടുണ്ട്. ടാക്സ് റേറ്റിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങളുടെ ഡിസ്കൗണ്ടിങ് റേറ്റ് എത്രയായിരിക്കും? 20%. ഇത് ആദ്യമേ എടുത്ത് മാറ്റി വെച്ചോണം. തന്നിട്ടുണ്ട്. അതായത് അയാൾക്ക് വേണ്ട റിട്ടേൺ എന്ന് പറയുന്നത് പ്രീ ടാക്സ് ഈൽഡ് എന്ന് പറഞ്ഞ് 20% തന്നിട്ടുണ്ട്. ടാക്സിനെ പറ്റി വേറെ ഒന്നും പറയുന്നില്ല. അപ്പോൾ 20% ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഡിസ്കൗണ്ടിങ് ഫാക്ടറാക്കി എടുക്കാം. ഇനി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, ഇപ്പം ഞാനാണ് കെ ലിമിറ്റഡ് വേദനിക്കുന്ന കോടീശ്വരനെങ്കിൽ ഞാനൊരു ലീസ് റെന്റിൽ ഫിക്സ് ചെയ്യും, ഒരു റെന്റ് എമൗണ്ട് ഫിക്സ് ചെയ്യും. അതിനകത്ത് നിന്ന് ഈ ഇൻസ്റ്റാൾമെന്റ് 8,45,00,000 പോയി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എമൗണ്ട് എന്ന് പറയുന്നത് എൻ്റെ 8 കോടിയെ ഇക്വേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കണം. കാരണം എനിക്ക് മിനിമം ഇത്രയെങ്കിലും ഞാൻ മേടിക്കണ്ടേ? ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത 8 കോടി മിനിമം എനിക്ക് കിട്ടണം. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് ഇവിടെ എക്സ് അല്ല വൈ ആണ്, ഓക്കെ. വൈ എന്ന് പറയുന്ന ലീസ് റെന്റലിനകത്ത് നിന്ന് ഞാൻ ഇൻസ്റ്റാൾമെന്റ് കുറച്ചു. ഇൻസ്റ്റാൾമെന്റ് എന്തായാലും ഞാൻ ഇത്രയും കൊടുക്കണം. എന്നിട്ട് ബാക്കിയുള്ളതിൻ്റെ 20% വെച്ച് 6 വർഷം ഇതിൻ്റെ പ്രോഫിറ്റ് ആണ്. റെന്റിനകത്ത് നിന്ന് ലോൺ പോയി ബാക്കിയുള്ള എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ പ്രസന്റ് ടൈം വാല്യൂ പ്രസന്റ് വാല്യൂ ഇട്ട് ചെയ്ത് കഴിയുമ്പം 20% 6 വർഷത്തേക്ക് ചെയ്ത് കഴിയുമ്പം എനിക്ക് മിനിമം 8 കോടി ഞാൻ മുടക്കിയത് എനിക്ക് കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈ കണ്ടുപിടിക്കാമല്ലോ. മൾട്ടിപ്ലൈ ചെയ്ത് വൈ കണ്ടുപിടിക്കാം, ഈസിയാണ്. നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ മിനിമം കുറഞ്ഞത് എനിക്ക് 10 കോടിയെങ്കിലും ഒരു വർഷം റെന്റ് കിട്ടണം അല്ലേ? അപ്പം ഇങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് ലിവറേജ് ലീസിൻ്റെ റെന്റൽസ്. അപ്പം ഇതിനകത്തുള്ള ഫിക്സ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഈ ഫിക്സ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ അതേപടി ചെയ്ത് പഠിക്കുക. നിങ്ങളെ വേണേൽ കാണിക്കാം, ഇതുകൂടെ ചെയ്ത് പഠിക്കുക. എല്ലാം ഒന്നും വിടാതെ എല്ലാം ചെയ്ത് പഠിക്കണം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. അവിടെ ഇവിടെയൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ മിസ്റ്റേക്ക് ഉണ്ട് അവിടെ ഇവിടെയൊക്കെ, പക്ഷെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വിടരുത്. അതും ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ വേണം നോക്കി പഠിക്കാനും. ഇതിനകത്തുനിന്ന് ഞാൻ കാണിക്കാം ലാസ്റ്റ് വന്ന ക്വസ്റ്റ്യൻ ഏതാണെന്ന്. ഈ ക്വസ്റ്റ്യനാന്ന് തോന്നുന്നു, 5th ഇയർ കമ്മീഷൻ. അതെ, ഈ 7ാമത് കിടക്കുന്ന ബീറ്റ ലിമിറ്റഡിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ, ഇതേ ക്വസ്റ്റ്യൻ തന്നെ, ഡിറ്റോ ക്വസ്റ്റ്യൻ. ഇതിനകത്തുള്ള നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മേജർ ഇതിൻ്റെ ബോഡിയൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് തന്നത്. ഇതിൻ്റെ അപ്പം ഇത് ചെയ്ത് പഠിച്ച ഒരാൾക്ക് മറ്റേത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മെത്തേഡ് അറിയാം, എന്തൊക്കെ കാര്യങ്ങൾ എടുക്കണം എന്നറിയാം, എങ്ങനെ ചെയ്യണം എന്നറിയാം. ഉറപ്പായിട്ട് 7 മാർക്ക് കയ്യിലിരിക്കും ഇല്ലേ? ചുമ്മാ 7 മാർക്ക് കിട്ടുമോ? നിങ്ങൾക്ക് എങ്ങനെയും ഒരു 40 മാർക്കെങ്കിലും അല്ലെങ്കിൽ ഒരു 50 മാർക്ക് ഒപ്പിക്കാനുള്ള പരിപാടി നോക്കണ്ടേ? അപ്പം ഒരു ക്വസ്റ്റ്യനും വിടാതെ എല്ലാം വൃത്തിയായിട്ട് ചെയ്ത് പഠിക്കാം.